to Entrance Physics 47. അവിടെ സർക്കുലർ മോഷനിൽ ഒന്ന് രണ്ട് ചോദ്യം ഒന്ന് കാണാം. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കുലർ മോഷൻ, വളരെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്പർ എനിക്ക് ഓർമ്മയില്ല പോസ്റ്റിങ്ങിൻ്റെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ, a particle describes uniform circular motion in a circle of radius r. The ratio of tangential velocity to the radius vector equals a. The ratio of radial acceleration to tangential velocity. B. Ratio of tangential velocity to radial acceleration. C. Product of tangential velocity and radial acceleration. D. Ratio of tangential acceleration to tangential velocity. സംഗതി വളരെ സിമ്പിളാണ്. ഈ സർക്കിളിൽ കറങ്ങുമ്പോൾ അത് യൂണിഫോം സർക്കുലർ മോഷൻ ആയാലും നോൺ യൂണിഫോം ആയാലും എപ്പോഴും സെൻറ്ററിലേക്കൊരു ഫോഴ്സ് വേണം. സെൻറ്ററിൽ ഇതിനെ ചരട് കൊണ്ട് എന്തെങ്കിലും നമ്മൾ അല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തെങ്കിലും ഇതിനെ സെൻറ്ററിലേക്ക് പിടിച്ചില്ലേ ടാൻജൻറ്റിൽ കൂടെ പറന്നങ്ങ് പോവും. അപ്പോൾ അതാ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതുകൊണ്ട് അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്, അതാ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതിൻ്റെ മറ്റൊരു പേരാണ് റേഡിയൽ ആക്സിലറേഷൻ. കാരണം ഇത് റേഡിയസിൽ കൂടെ സെൻറ്ററിലോട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ മറ്റൊരു പേരാണ് റേഡിയൽ ആക്സിലറേഷൻ. അതേസമയം യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഈ ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ളതിൻ്റെ വെലോസിറ്റി അത് കോൺസ്റ്റൻ്റ്, മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ആ ഡയറക്ഷൻ മാറുന്നതിന് ആണ് നമ്മൾ റേഡിയൽ ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ആ ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും കൂടെ മാറാം. അങ്ങനെ മാറുമ്പോൾ അവിടെ ഒരു ആക്സിലറേഷൻ കൂടെ വരും, അതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ഇത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഇപ്പോൾ വരും. ഇവിടെ ഇപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനാണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്, അല്ലെ റേഡിയൽ ആക്സിലറേഷൻ ഉണ്ട്. അതിനുള്ള ഫോർമുല നമുക്കറിയാം. വി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലെ റേഡിയൽ ആക്സിലറേഷൻ AR = v²/r. ഒരു ചെറിയ റീഅറേഞ്ച്മെൻ്റ് നടത്ത v² എന്നുള്ള v/v/r, ഓർ ഇവിടെ നിന്ന് v/r = AR/v. അതായത് ഈ വിക്ക് ടാൻജൻഷ്യൽ വെലോസിറ്റി, ടാൻജൻഷ്യൽ വെലോസിറ്റി ഉള്ളൂ സർക്കിളിൽ കറങ്ങുന്ന ഒരു വസ്തുവിന്. മറ്റൊരു ദിശയിലോട്ട് ഇത് പോകുന്നില്ലല്ലോ, ടാൻജൻറ്റിൽ കൂടെ മാത്രമേ ഉള്ളൂ വെലോസിറ്റി. റേഡിയസിൻ്റെ ഡയറക്ഷനിലൊന്നും വെലോസിറ്റി ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അത് കുത്തിക്കുറിഞ്ഞ് സെൻറ്ററിലോട്ട് ഇങ്ങനെ പോകുന്നതിനുള്ളൂ. അപ്പോൾ ഇത് റേഷ്യോ ഓഫ് ടാൻജൻഷ്യൽ വെലോസിറ്റി ടു റേഡിയസ് വെക്റ്റർ. റേഡിയസിനെ റേഡിയസ് വെക്റ്റർ എന്നും പറയും. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ratio of tangential velocity to radius vector is equal to എന്താണെന്ന ചോദ്യം. അപ്പോൾ ഈ v/r ആണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. റേഷ്യോ ഓഫ് ടാൻജൻഷ്യൽ വെലോസിറ്റി ടു റേഡിയസ് വെക്റ്റർ ഈക്വൽസ് റേഡിയൽ ആക്സിലറേഷൻ ബൈ വെലോസിറ്റി, ടാൻജൻഷ്യൽ വെലോസിറ്റി. അല്ലെ v/r ഈക്വൽസ് റേഷ്യോ ഓഫ് റേഡിയൽ ആക്സിലറേഷൻ ടു ടാൻജൻഷ്യൽ വെലോസിറ്റി. അതാണ് ചോയ്സ്. കണ്ടോ എന്തെളുപ്പമായി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടുത്തെ ചോയ്സ് എ, റേഷ്യോ ഓഫ് റേഡിയൽ ആക്സിലറേഷൻ ടു ടാൻജൻഷ്യൽ വെലോസിറ്റി. അതാണ് ആൻസർ. അടുത്ത ചോദ്യം, എ സ്ഫിയർ ഓഫ് മാസ് m is suspended by a light inextensible string. It is imparted a horizontal velocity v0 at the lowest point such that it completes a vertical
semicircular path of length capital L and falls down vertically, then V0 equals A 2 pi into root of LG, L into G. B 2 into root A എന്ന് പറഞ്ഞാൽ 2 pi into root of L into G. B 2 into root of L into G by pi. C root of L into G by 2 pi. ഈ പറയുന്നതെല്ലാം റൂട്ടിനകത്താണ്. ഞാൻ റൂട്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നതെല്ലാം മൊത്തത്തോട്ട് റൂട്ടിനകത്താണ്. എൽ ജി ബൈ 2 പൈ, അത് മൊത്തം റൂട്ടിലാണ്. ഡി റൂട്ട് ഓഫ് 2LG ബൈ പൈ. ഇതാ സംഭവം. ഒരു കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു മാസയിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ വെലോസിറ്റി V0 കൊടുക്കുക. അപ്പോൾ ഇതൊരു സെമി സർക്കിളിൽ കറങ്ങിയിട്ട് പുറത്തു പോകുന്നു, താഴോട്ട് വീഴുന്ന ആ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. സെമി സർക്കിളിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ L ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആ സർക്കിളിൻ്റെ റേഡിയസ് വരുമല്ലോ. സെമി സർക്കിളാകുമ്പോൾ അതിൻ്റെ റേഡിയസ് 6. ഈ കൊടുത്ത വെലോസിറ്റി V0 കാണണ്ടേ. ഇവിടെ ഇപ്പോൾ ആദ്യം റേഡിയസ് ഒന്ന് നോക്കാം. ഇത് സെമി സർക്കിളിൻ്റെ ലെങ്ത് L ഈക്വൽസ് 2 പൈ ആറിൻ്റെ പകുതി പൈ ആർ. സോ R ഈക്വൽസ് L ബൈ പൈ. ഇനി എയിൽ വെച്ച് കൊടുക്കുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എയിൽ വെച്ച് കൈനറ്റിക് എനർജി കൊടുക്കുക. അത് മുഴുവൻ ബി ചെല്ലുമ്പം പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക. കാരണം ബി ചെന്നിട്ട് ബിനിഞ്ഞ് വീഴുക ആവട്ടെ. അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് എ ഈക്വൽസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. ദറ്റ് ഈസ് ഹാഫ് mv0² ഈക്വൽസ് mgh. എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 2R. അപ്പോൾ mg into 2R. That is mg into 2 into R is L by pi. ഇവിടുന്ന് V0² ഈക്വൽസ് 4GL by pi. Or V0 equals in the root 4 in the root 2 into root of LG by pi. That is the answer. So choice is B. അടുത്ത ചോദ്യം. A mass m, small m, a mass small m on a frictionless table is attached to a hanging mass capital M by a cord through a hole in the table. The velocity V0 with which small m must revolve on the table to support capital M. A square root of capital M into small m into G by L. B square root of small m into G into L by capital M. C square root of capital M into G into L by small m. D square root of small m into L by capital M into G. ഈ L എന്ന് പറഞ്ഞാൽ സ്മോൾ L. ഫിഗർ തന്നിട്ടുണ്ട്. ഇതൊരു ടേബിൾ ടോപ്പാണ്. അതിൻ്റെ സെൻറ്റർ ഇവിടെ ഒരു ഹോളുണ്ട്. ഇത് സ്മോൾ M മാസാണ്. ഇതിൽ നിന്ന് ഒരു ത്രെഡ് കെട്ടിയിട്ട് അതിലൊരു ക്യാപിറ്റൽ M ബ്ലോക്ക് കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇത് എത്ര വെലോസിറ്റിയിൽ കറങ്ങിയാൽ ഈ ബ്ലോക്ക് ഇവിടെ തന്നെ നിൽക്കുമെന്ന ചോദ്യം. അപ്പോൾ കണ്ടീഷൻ എന്താ? ഈ കറങ്ങുന്നതിന് ആവശ്യമായ സെൻട്രി ഇതാ L. ചോദ്യം ആൻസർ ഈ പറയുന്ന L ഇതാ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ റേഡിയസ്. ഈ സർക്കിളിൽ കറങ്ങുന്നതിന് ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈ ചരടിലെ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യണം.
ആ ടെൻഷൻ എന്ന് പറഞ്ഞ ഈ ബ്ലോക്കിൻ്റെ വെയിറ്റാണ്. ഇവിടുത്തെ ടി ഈക്വൽസ് എം ജി. ആ ടെൻഷനാണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് വരുന്നത്. യുക്കത്തി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എം വി സീറോ സ്ക്വയർ. വി സീറോ ഏത് വി സീറോയിൽ കറങ്ങുന്ന സ്പീഡ് വി സീറോ എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എം വി സീറോ സ്ക്വയർ ബൈ ആറിന് പകരം എം വി സ്ക്വയർ ബൈ ആറിന് പകരം എൽ. എം വി സീറോ സ്ക്വയർ ബൈ എൽ ഈക്വൽസ് ടെൻഷൻ ഈസ് എം ജിക്ക് തുല്യമാണ്, ഈ ക്യാപിറ്റൽ എം ജിക്ക് തുല്യമാണ്. ഫ്രം വിച്ച് വി സീറോ ഈക്വൽസ് വി സീറോ സ്ക്വയർ ഈസ് ക്യാപിറ്റൽ എം ജി എൽ ബൈ സ്മോൾ എം, or V0 is square root of capital M into G into L by small m. ഇതാണ് ആൻസർ. അപ്പോൾ ചോയ്സ് സി. അടുത്തത്, എ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്സ് സർക്കുലർ മോഷൻ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 meter. What is the acceleration of the particle when the tangential velocity is 3 meter per second and angular velocity changes at the rate 4/3 radian per second square? A. 3 meter per second square. B. 4 meter per second square. C. 7 meter per second square. D. 5 meter per second square. ഫിഗറൊന്നും തന്നിട്ടില്ല. ഇപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനാണെങ്കിൽ വിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിമാണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ AR മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഈ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഈ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷൻ കൂടെ വരും, അതായത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ഫാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും ആ ഫാനിൻ്റെ എൻഡിൽ പാർട്ടിക്കിളിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്യുമ്പം കൂടും, മാഗ്നിറ്റ്യൂഡ് കൂടും, അപ്പോൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ട്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ടാൻജൻഷ്യൽ റിട്ടാർഡേഷനുണ്ട്. ഇതൊക്കെ ഞാൻ ആ പോസ്റ്റിങ്ങിൽ പറഞ്ഞിട്ട് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കാണാൻ റേഡിയൽ ആക്സിലറേഷൻ V²/r. ദറ്റ് ഈസ് വി ഇവിടെ 3 ആണെന്ന് പറയുന്നുണ്ട് ടാൻജൻഷ്യൽ വെലോസിറ്റി. അപ്പോൾ 3² ഈസ് 3 meter. സോ 3 meter per second square. ഇതാണ് റേഡിയൽ ആക്സിലറേഷൻ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആംഗുലാർ വെലോസിറ്റി ചേഞ്ചസ് അറ്റ് ദി റേറ്റ് 4/3 എന്ന് പറഞ്ഞാൽ അത് ആംഗുലാർ ആക്സിലറേഷനാണ് 4/3 എന്ന് പറഞ്ഞാൽ ആൽഫ. അപ്പോൾ ആൽഫ ഈസ് 4/3 തന്നിട്ടുണ്ട്. ടാൻജൻഷ്യൽ ആക്സിലറേഷനുള്ള ഫോർമുല R∝. S = r∠θ, V = r omega, A = r∝. അപ്പോൾ ഈ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ ഫോർമുല AT = r∝. AT ഇങ്ങോട്ട്, AR ഇങ്ങോട്ട്. ദറ്റ് ഈസ് R ഈസ് 3 ഇൻറ്റു ആൽഫ ഈസ് 4/3 തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് 4 meter per second square. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലറാ. AR ഇങ്ങോട്ട്, AT ഇങ്ങോട്ട്. എങ്കിൽ റിസൾട്ടൻ്റ് ആക്സിലറേഷൻ A = square root of AR² plus AT². That is root of 3² plus 4², or 5 meter per second square. So choice is D. Another one. A car of 1000 kilogram moves from rest at A. See the figure. Down a hilly road. Radius of curvature of the dip at B is 10 meter. Find the force experienced by the car when it is at B. Choices. A. 4 × 10⁴ Newton. B.
10 raised to 4 Newton. C, 5 into 10 raised to 4 Newton. D, 3 into 10 raised to 4 Newton. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഇതൊരു ഹില്ലിൽ നിന്നൊരു കാറ് റസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോവാം. ഇത് ഡിപ്പ ബി. ഇവിടെ വരുമ്പോൾ ഈ കാറിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്നാ ചോദ്യം. ഇത് 20 മീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ വെച്ചുള്ള പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ ഇവിടെ വരുമ്പം കൈനറ്റിക് എനർജി ആയിട്ട് മാറും. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈക്വൽസ് കൈനറ്റിക് എനർജി അറ്റ് ബി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ mgh ഈക്വൽസ് ഹാഫ് mv². ഇവിടുന്ന് mv² ഈക്വൽസ് 2mgh. അത് ഓർത്തിരുന്നുള്ളത്. ഇനി ആ ബി എന്ന് പറയുന്ന ഡിപ്പിലെത്തി. ഈ ഡിപ്പിലെത്തുമ്പോൾ ഈ കാറയിൽ ഇപ്പോൾ 2 ഫോഴ്സ് ഉണ്ട്. ഒന്ന് അതിൻ്റെ വെയിറ്റ് താഴോട്ട്, നോർമൽ റിയാക്ഷൻ മുകളിലോട്ടുണ്ട്. ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് മുകളിലായി. ഇതിപ്പോൾ ഈ ഡിപ്പിലെത്തുമ്പോൾ ഇതൊരു സർക്കുലാർ മോഷനിലേക്കാറ്. അപ്പോൾ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈ കർവിൻ്റെ സെൻറ്റർ ഇവിടെ അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് മുകളിലോട്ട് വരണം. മുകളിലോട്ടുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ n-mg. n-mg. That must be equal to centripetal force mv²/r. So n equals mg plus mv². ഈ n ആണ് കാറെ കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദി കാർ. n is mg plus mv²/r. m എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ഇൻറ്റു g 10 പ്ലസ് mv² എന്ന് പറഞ്ഞാൽ 2mgh ആണെന്ന് മുമ്പേ കണ്ടു. 2mgh/r. ചുരുക്കത്തിൽ ഇത് 10⁴ പ്ലസ് 2 ഇൻറ്റു 1000 ഇൻറ്റു g 10 ഇൻറ്റു h അവിടെ 20 ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് ബി തന്നിട്ടുണ്ട് 10 മീറ്റർ. This is 10⁴ പ്ലസ് ഇത് 4 ഇൻറ്റു 10⁴. That is 5 into 10⁴ Newton. ഇതാണ് ആൻസർ. The choice is C. Thank you. We will see at the next posting.